ദിവസങ്ങൾ ഓരോന്ന് ചെല്ലുമ്പോഴും വലിയ ആധിയും ആശങ്കയും വ്യാകുലതയും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഗ്യാസ് പ്രതിസന്ധി വല്ലാതെ വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. പല ഹോട്ടലുകളും അടച്ചു പൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. പ്രവർത്തിക്കാൻ ഇനി നാമമാത്രമായിട്ടുള്ള ഗ്യാസിൻ്റെ ശേഖരം മാത്രമേ ഉള്ളൂ എന്നാണ് പലയിടങ്ങളിൽ നിന്നും ഓരോ ജില്ലകളിലേക്കും പോകുമ്പോൾ അത് നഗരങ്ങളിലാണ് ആ പ്രതിസന്ധിയെങ്കിൽ അത് ഗ്രാമങ്ങളിലേക്ക് കൂടി വ്യാപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീടുകളിൽ പ്രത്യേകിച്ച് ഈ ഇടവേള, ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനുള്ള ഇടവേള പലപ്പോഴും കണക്റ്റ് ആകുന്നില്ല. ആളുകളൊക്കെ തന്നെ ആശങ്കയോടുകൂടി ബൾക്കായി ബുക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ടാണ് കിട്ടാത്തതെന്ന് പറയുന്നു. ഇന്ന് എറണാകുളത്ത് കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ കപ്പലിൽ പുതുതായി ഇന്ധനമടക്കം എത്തുന്ന ഒരു സാഹചര്യം കുറച്ച് പ്രതീക്ഷയോടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അത് ഫലത്തിൽ വരണം, പ്രായോഗിക തലത്തിൽ വന്നെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് നമ്മുടെ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്താണ് ഈ വിപണിയിൽ, ഈ ഹോട്ടൽ മേഖലയിലൊക്കെ സംഭവിക്കുന്നതടക്കം നമുക്ക് പരിശോധിക്കാം. ഓരോ മേഖലയിൽ നിന്നും നമ്മളെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം അമൽ തേനമ്പറമ്പിൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് തത്സമയം. അമൽ, തിരുവനന്തപുരത്ത് നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ കഴിക്കാൻ പോകുന്ന ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടുകയാണ്, താഴ് വീഴുകയാണ്. അവിടെ അവർക്ക് നിവർത്തിയില്ല, ഇനി മുന്നോട്ട് പോകാനുള്ള സ്ഥിതിയിലേക്ക് എത്തുകയാണ്. പിന്നീട് ഹോസ്റ്റലുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ഈ ആശങ്ക നിൽക്കുന്നു. വീടുകളിലും എന്താണ് തലസ്ഥാന ജില്ലയിലെ സ്ഥിതി? പ്രജീഷ, തലസ്ഥാനത്ത് പ്രതിസന്ധി അതിരൂക്ഷമാവുകയാണ്. പുറത്തിറങ്ങി ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ വലിയ പ്രയാസമാണ്. ഇന്ന് പുറത്തൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ ഒരുപാട് അലഞ്ഞു. അതിനുശേഷമാണ് ഒരു ചെറിയ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റിയത്. ഊണ് തേടി പോയിട്ടുണ്ടെങ്കിൽ പട്ടിണി നിൽക്കേണ്ട അവസ്ഥ എല്ലായിടത്തുമുണ്ട്. ബിരിയാണിയാണ് പിന്നീട് ഒരു ആശ്രയമായി മാറുന്നത്. അതുമാത്രം ഒറ്റ വിഭവത്തിലേക്ക് കാര്യങ്ങൾ തുറന്നിരിക്കുന്ന ഹോട്ടലിൽ മാറുകയാണ്. നമ്മൾ നിൽക്കുന്നത് സ്റ്റാച്യുവിലാണ്. സ്റ്റാച്യു എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻഭാഗത്തായുള്ള സ്ഥലം. അവിടെയുള്ള ഹോട്ടലുകൾ എല്ലാം തന്നെ പൂട്ടിയിരിക്കുന്നു. ആകെ തുറന്നിരിക്കുന്നത് ഹൈഡൈൻ എന്ന് പറയുന്ന ഒരൊറ്റ ഹോട്ടൽ മാത്രമാണ്. അവിടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബിരിയാണി അല്ലാതെ മറ്റ് വിഭവങ്ങളൊന്നും അവിടെ ഇല്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ ഹോസ്റ്റലുകളുടെ കാര്യം പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഹോസ്റ്റലുകളെല്ലാം തന്നെ പൂട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. കാരണം കുട്ടികളോടെല്ലാം മടങ്ങിപ്പോകാൻ പറയുന്നു. IAS അക്കാഡമികളൊക്കെ നിരവധിയുള്ള ഒരു സ്ഥലമാണ് ഈ തിരുവനന്തപുരം. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റലുകളും മറ്റുമൊക്കെ പൂട്ടിപ്പോകുന്ന അവസ്ഥയുണ്ട്. ഈ ഹോട്ടലിൻ്റെ ഉടമ അജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇനിയിപ്പോൾ എത്ര ദിവസം കൂടെ ഓടാനുള്ള സംവിധാനം ഉണ്ടായി? ഒരു ദിവസം ഓടാനുള്ള സമയമല്ല. നമ്മളിപ്പോൾ 4 ദിവസമായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇന്നിപ്പം കുറച്ച് ബിരിയാണി മാത്രം ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. കുറച്ച് ബിരിയാണി മാത്രം. ബിരിയാണി അപ്പം ഗ്യാസിലാണോ ചെയ്യുന്നത്? വിറകിൽ ചെയ്തിട്ട് ആണ് ഇതാക്കിയത്. പിന്നെ നമുക്കവിടെ ജ്യൂസും ചായയും, അത് മണ്ണെണ്ണയിലാണ് ചായ വർക്ക് ചെയ്യുന്നത്. മണ്ണെണ്ണ സ്റ്റവ് ആക്കി ഇത് അവിടെ ലൈവായിട്ട് കാണാം ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലാണ്. കാര്യം പെട്ടെന്ന് ഇത് ഇത്രയെങ്കിലും ചെയ്ത സ്റ്റാഫുകളെല്ലാം ആകെ ബുദ്ധിമുട്ടിൽ. ഇപ്പോൾ 4 ദിവസമായിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് കുറേ ആൾക്കാർ പോയി. സ്റ്റാഫുകൾ തിരികെ മടങ്ങിയോ? പുറത്തുനിന്നുള്ള ആളുകളായിരുന്നു? പുറത്തുനിന്നുള്ള ആയിരുന്നു. ജാർഖണ്ഡ്, ആസാം ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവർ കുറേ പേര് പോയി. അപ്പോഴത്തേക്ക് അത് വലിയൊരു, ഇനിയിപ്പം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് വലിയ പ്രശ്നമായിട്ട് വരും. ഇനിയിപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ച് ഗ്യാസൊക്കെ കിട്ടുമ്പോഴേക്ക് സ്റ്റാഫില്ലാത്ത അവസ്ഥ വരും. സ്റ്റാഫില്ലാത്ത ഇത് ആയി തുടങ്ങി എല്ലായിടവും. കാര്യം എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ബിരിയാണി എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ട്? ഇന്ന് നമ്മൾ കുറച്ച് മാത്രമേ വെച്ചുള്ളൂ. ഒരു 10 കിലോയ്ക്കകത്ത് തന്നെ ചെയ്തിട്ടുള്ളൂ. ആളുകൾ പക്ഷേ നല്ല തിരക്കുണ്ടല്ലോ. കാരണം എല്ലായിടത്തും ഇങ്ങനെ അലഞ്ഞു നടന്ന് എവിടെയെങ്കിലും ഒരു കടയുണ്ടെങ്കിൽ എന്നുള്ള നിലയ്ക്കാണ്. അതിനെ ആൾക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ട്. അത് മാത്രമല്ല ഇവിടെ കംപ്ലീറ്റ് ഹോസ്റ്റലുള്ള ഏരിയയാണ്. അപ്പോൾ എല്ലാം പിള്ളേർക്കെല്ലാം, പിന്നെ സെക്രട്ടറിയിലൊക്കെ പല ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് നമ്മളെ പോണക്കുള്ള ചെറിയ കടകളാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അവർക്കെല്ലാം ആകെ ഫുഡില്ലാതെ എല്ലാവരും ആകെ പ്രശ്നത്തിലാണ്. ഈ വിറകിൻ്റെ ഒരു ലഭ്യത എങ്ങനെയുണ്ട്? വലിയ കുറവ് ഇല്ല, കിട്ടാനില്ല. വിലയും കൂടി കിട്ടാനുമില്ല. കാര്യം എല്ലാവരും മേടിച്ചുകൊണ്ട് പോയതുകൊണ്ട് സാധനം കിട്ടാനില്ല. ഈ വിറക് വെച്ച് എത്ര ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല എങ്ങനെ പോകാൻ പറ്റുമെന്നുള്ളത്. ഈ പ്രദേശത്ത് തുറന്നിരിക്കുന്ന ഏക ഹോട്ടൽ ഇതാണ്. അതെ. അത് മാത്രമല്ല, പിന്നെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ പൈപ്പ് ലൈനിൽ വെള്ളമില്ല. ഈ റോഡിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം ഇതാണ്. ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് റോഡ് പണി കഴിഞ്ഞതിന് ശേഷം ഒരു മുന്നറിയിപ്പും ഇല്ലാതാണ്. ഇപ്പോൾ ഗ്യാസും ഇല്ല, പൈപ്പ് ലൈനിൽ വെള്ളമില്ല. ഈ ജ്യൂസിൻ്റെ കച്ചവടം കൂടിയിട്ടുണ്ടോ? ജ്യൂസിൻ്റെ കച്ചവടം കൂടിയിട്ടുണ്ടോ? ഇത് നോർമലി ആൾക്കാർക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ, കുടിക്കുക എന്തെങ്കിലും ചെയ്യണ്ടേ. അപ്പം സെയിലിൽ സാധാരണ ആൾക്കാരുടെ നമുക്ക് നടക്കുന്ന പോലെ തന്നെ നടക്കുന്നത്. എന്ത് ചെയ്യണമെന്നൊരു പിടിയിലാതെ നിൽക്കുകയാണ്. ഒരവസ്ഥയും പിടികിട്ടാത്ത അവസ്ഥയിലാണ്. ഇതാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ ഒരു പൊതു അവസ്ഥ എന്ന് പറയുന്നത്. ബിരിയാണി മാത്രമാണ് ഈ കടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബിരിയാണി വളരെ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ഇവിടെ സ്ഥിരമായി വരുന്ന ചില ആളുകളൊക്കെ ഉണ്ട്, ഹോസ്റ്റലിലെ കുട്ടികളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു സഹായം എന്നുള്ള നിലയിലാണ് ഇത് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. ഇനിയിപ്പോൾ എത്ര ദിവസം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന കാര്യത്തിൽ അവർക്കും വലിയ ആശങ്കയുണ്ട്. വിറകിൻ്റെ കാര്യത്തിലാണെങ്കിൽ വിറക് പോലും കിട്ടാനില്ലാത്ത പ്രതിസന്ധി നിലനിൽക്കുന്നു. നമ്മൾ തിരുവല്ലം ക്ഷേത്രത്തിൽ ഇന്നലെ ഇന്നുമൊക്കെയായി പോയിരുന്നു. അവിടെ നിവേദിക്കാനും
വെക്കാനുള്ള പാൽപ്പായസം പോലും വെക്കാനുള്ള പ്രതിസന്ധി അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം അവിടെ ബലിച്ചോറും മറ്റുമൊക്കെ വെക്കേണ്ടതുണ്ട്, അന്നദാനം നടത്തേണ്ടതുണ്ട്. അതിന് ഉള്ള ഗ്യാസ് പോലും ഇല്ല. അപ്പോൾ അവർ വിറക് അന്വേഷിച്ച് പോയി. പക്ഷേ വിറകിനും വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തുറന്നിരിക്കുന്ന കടകൾ തേടിയെത്തിയ ആളുകൾ ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സ്റ്റാച്യു പരിസരത്ത് തുറന്ന ഒറ്റ കടയാണിത്, മറ്റൊരു കടകളും തുറന്നിട്ടില്ല. കുറേ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വിറകിൻ്റെ പ്രതിസന്ധി കൂടി രൂക്ഷമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. എങ്ങനെ ഇത് മറികടക്കും എന്ന കാര്യത്തിൽ ഒരു പിടിയും കിട്ടാതെ നിൽക്കുകയാണ് ആളുകൾ. പ്രതീഷ്, തീർച്ചയായും ഇപ്പോൾ അമൽ തേനമ്പറമ്പിൽ റിപ്പോർട്ട് ചെയ്ത സ്ഥലം എന്ന സ്റ്റാച്യു പ്രദേശമാണ്. സെക്രട്ടേറിയറ്റിലേക്കൊക്കെ വരുന്ന അനവധി ആളുകൾ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അവിടേക്ക് വരുന്ന ആളുകൾ അവിടെ എങ്ങോട്ട് പോകുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവർക്കൊക്കെ എന്നും ആശ്രയമായിരുന്ന ഹോട്ടലുകൾ, ഈ മേഖലയിൽ ഒരുപാട് ഹോട്ടലുകളുണ്ട്. ആ ഹോട്ടലുകളൊക്കെ സ്റ്റക്കാവുകയാണ്. ഒരു സുപ്രഭാതത്തിൽ താഴി വീഴുന്നു. പിന്നീട് ആശ്രയമായിട്ട് ഒരു സ്ഥാപനം മാത്രമേ ഉള്ളൂ. അമൽ എന്തായാലും തുടരുക. പ്രേക്ഷകരുടെ കൂടി പ്രതികരണത്തിലേക്ക് നമുക്ക് പോകണം. പ്രേക്ഷകർ ഒരുപാട് വ്യാകുലപ്പെടുന്ന ഒരു ഘട്ടമാണ്. രാജൻ, കോഴിക്കോട് നിന്നൊരു പ്രേക്ഷകൻ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. രാജൻ, പറഞ്ഞോളൂ. വില കൂടുന്നതിന് മുന്നേ പിന്നെ ഗ്യാസിന് വില കൂടുന്നതിന് മുന്നേ ബുക്ക് ചെയ്തതാ. 13 ദിവസം കഴിഞ്ഞ്. ഹലോ, ബുക്ക് ചെയ്തിട്ട് 13 ദിവസം കഴിഞ്ഞു. ബുക്ക് ചെയ്തിട്ട് 13 ദിവസം വില കൂടുന്നതിന് മുന്നേ. അപ്പൊ ഇതുവരെയായിട്ടും ഗ്യാസ് കിട്ടിയില്ല. ഇത് ഗ്യാസ് അവിടെ യുദ്ധം പൊട്ടുന്നതിന് മുന്നേ ഇവിടെ ഗ്യാസിന് വിലയും കൂട്ടി ഗ്യാസിന് ക്ഷാമം ഉണ്ടാക്കുന്നത് പ്രത്യേകമായിട്ട് അവരൊരു ഗൂഢാലോചന ചെയ്ത് കൂടി ചെയ്തതല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പൊ വല്ലാത്ത പ്രതിസന്ധിയാ അല്ലേ? വല്ലാത്ത പ്രതിസന്ധിയാണ്. അത് തരണം ചെയ്യപ്പെട്ട ഗവൺമെന്റിനൊന്നും സാധിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഇവരെ പിടിച്ചു നിർത്താനുള്ള ഒരു സാധ്യതയും ഗവൺമെന്റിന്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണോ? യെസ്, പരിഹാരം നമുക്ക് ഉടനുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവരും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി രാജൻ. അദ്വൈത് കൊച്ചിയിൽ നിന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. അദ്വൈത്, സമാന പ്രതിസന്ധിയാണോ? പ്രതിസന്ധി പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ അദ്വൈത്. യെസ്, നമുക്ക് കൊച്ചിയിലും സെയിം സിറ്റുവേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെറിയ ഏജിലുള്ള എന്റർപ്രൈസേഴ്സ് ഇതേപോലെ ഹോട്ടൽ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഇതുപോലെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് അറിവുണ്ടാവും. എപ്പോൾ LPG കിട്ടും, എന്ന് LPG കിട്ടും, അങ്ങനെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൂടെ നിങ്ങൾ ന്യൂസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. തീർച്ചയായും. കൊച്ചിയിൽ ഇന്ന് ഒരു അവലോകന യോഗം ചേർന്നിരുന്നു. ആ അവലോകന യോഗം കളക്ടർ വിളിച്ചതാണ്. ആ യോഗത്തിൽ ഗാർഹിക ആവശ്യം, അതായത് വീടുകളിലേക്കുള്ള ഗ്യാസിന് ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് അവർ അറിയിക്കുന്നത് കേട്ടോ. അതാണ് നമുക്ക് പുതുതായി നിങ്ങളോട് അറിയിക്കാനുള്ളത്. അപ്പോൾ അവരെ സംവിധാനങ്ങളെ നമ്മൾ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, വൈക്കത്ത് ശരി. വൈക്കത്ത് നിന്നും ജോഷി എന്നൊരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ജോഷി, ഹലോ. മാഡമാണ്. മാഡം പറഞ്ഞോളൂ. ഞാൻ ഗ്യാസിന്റെ TV കണ്ടിട്ട് വിളിച്ചതാ. എന്റെ എല്ലാവരും മരിച്ചൊക്കെ പോയതാ. ഒറ്റയ്ക്ക് വാടകയ്ക്കൊക്കെ താമസിക്കുക. അപ്പോഴത്തേക്കും ഈ ഗ്യാസൊക്കെ കിട്ടിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് വിളിച്ചതാ. മാഡം, ഇപ്പം പ്രതിസന്ധി ഉണ്ടല്ലേ? ഒരു ആശങ്കയുണ്ട്. ഉടനെ എങ്ങാനും ശരിയാവോ? അതാണ് നമ്മളും ഉറ്റുനോക്കുന്നത്. ശരിയാകുമെന്ന പ്രതീക്ഷ. അതായത് ഗാർഹിക ആവശ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. ഈ ബൾക്കായിട്ട് ആളുകൾ ഇങ്ങനെ ബുക്ക് ചെയ്യുന്ന ഒരു സമയമാണല്ലോ. ഒരു ദിവസം കൊച്ചിയിലെ കണക്കനുസരിച്ച് 7000 പേരാണ് ഇങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അത് 12,000 മാറുന്നു ഒറ്റയടിക്ക്. അങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്നാണ് പറയുന്നത്. പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. തോമസ്, വയനാട് എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. തോമസ്, പറഞ്ഞോളൂ. ഞാൻ ഒരാഴ്ചയായിട്ട് സാറേ ഗ്യാസ് HPന്റെ ഇപ്പൊ ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്കുന്നു. അവര് ബുക്ക് ചെയ്യുമ്പോൾ ഒന്നമർത്താൻ പറയും. ഒന്നമർത്തി കഴിയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളുടെ പേര് ഹിന്ദിയിലും മലയാളത്തിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2 പേര് താമസിക്കുന്ന, ഞങ്ങൾ രണ്ടുപേരും പ്രായമുള്ളവരാണ്. ഞങ്ങൾക്ക് ദൂരെ പോയി ഒന്നിനും വിറവ് കൊണ്ടുവരാനോ ഒന്നും കഴിയില്ല. വിറവുണ്ട് ഇവിടെ, പക്ഷെ അത് അകത്തേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടാണ്. എങ്ങനെ ജീവിക്കുമെന്ന് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ചെറിയ ചുള്ളിലുകളാണ് ഇവിടെ കിടക്കുന്നത്. അത് എങ്ങനെ ഇവിടെ എത്തിക്കും? ഗ്യാസ് കിട്ടുകയാണെങ്കിൽ ആരെയും കൊണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കത്തിക്കാമായിരുന്നു. ഇപ്പൊ ഗ്യാസും ഇല്ല, വിറവും ഇല്ല. ഈ ആകെ കഷ്ടത്തിലാണ്. ഒരാഴ്ചയായിട്ട് ഞാൻ ഗ്യാസ് ബുക്ക് ചെയ്യാൻ നോക്കുന്നു. അവിടെ കത്തേരി പോയി ഞാൻ ഗ്യാസ് ഓഫീസിൽ പറഞ്ഞു
കണ്ടോസിക്കുള്ള പരിഹരിക്കുമെന്ന് പറഞ്ഞ് ഇതേവരെ ഇന്ന് വരെയും ഇവിടെ എത്തിയിട്ടില്ല. എന്താ ചെയ്യുക, എങ്ങനെയാ ജീവിക്കുക എന്ന് വളരെ ബുദ്ധിമുട്ടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടികളും ഒരു നേതാക്കന്മാരും മുന്നോട്ട് വരുന്നില്ല. ആരാണ് തീരുമാനം എടുക്കുക? ഇതിന് ഒരു നാഥനില്ലാത്ത ഒരു ഏർപ്പാടാണ്, ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. ശരി, വയനാട് നിന്നും തോമസിന്റെ പ്രതികരണമാണ് കേട്ടത്. ഇതുപോലെ ഓരോ ആളുകൾക്കും പറയാനുള്ളത് ആവലാതികളാണ്. അവർക്ക് 2 കുറ്റിയൊക്കെ വാങ്ങി ആദ്യത്തെ കുറ്റി തീർന്നു കഴിഞ്ഞു, രണ്ടാമത്തെ കുറ്റിയിലേക്ക് വരുമ്പോൾ തന്നെ ആദിയാണ്. പിന്നീട് ബുക്ക് ചെയ്യുമ്പോൾ 25 ദിവസത്തെ ഇടവേള, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിളിക്കുമ്പോൾ ബുക്കിങ്ങിനായി എല്ലാവരും വിളിക്കുമ്പോൾ എന്താണ്, ഒന്നുകിൽ സ്വിച്ച് ഓഫ് ആണ് ആ വിളിക്കുന്ന നമ്പർ, അല്ലെങ്കിൽ കണക്ഷൻ കിട്ടുന്നില്ല, അവരെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ 10ഉം 13ഉം ഈ പ്രതിസന്ധി വരുന്നതിന് മുൻപേ തന്നെ ബുക്ക് ചെയ്ത ആളുകൾക്ക് അതിനുശേഷം ഉടനെ കിട്ടും. 2-3 ദിവസത്തിനകോ ഇപ്പം വലിയ താമസമില്ലാതെയാണ് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ ഗ്യാസ് കിട്ടുന്നത്. ആ സമയമൊക്കെ മാറിയിരിക്കുന്നു എന്നാണ് ആദ്യയോടുകൂടി എല്ലാവരും പറയുന്നത്. ദേവി തിരുവനന്തപുരത്ത് നിന്നും ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. ദേവി പറഞ്ഞോളൂ. സാർ, എനിക്ക് പറയാനുള്ളത് വീടുകളിലെ പ്രശ്നത്തിനേക്കാൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഈ ഹോട്ടൽ പാചക തൊഴിലാളികൾ, അങ്ങനെയുള്ള ആളുകൾ, എത്രയോ കുടുംബക്കാർക്ക് ഈ ഇതിൽ നിന്നും വരുമാനം ഉണ്ടായിരിക്കുന്നു. ആ വീടുകളൊക്കെ അവരെയൊക്കെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാവുമല്ലോ. പിന്നെ ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന രോഗികൾക്ക് അവിടെ നിന്നുള്ള ക്യാൻറ്റീനെ ആശ്രയിച്ച് ജീവിക്കുന്ന എത്രയോ രോഗികളുണ്ട്. അവിടെയൊക്കെ അവസ്ഥയാണ് എനിക്കിപ്പം വിഷമം തോന്നുന്നത്. നമ്മൾ ഒരു വീടിന്റെ അവസ്ഥയെക്കാളും കൂടുതൽ പൊതുവായിട്ട് എനിക്ക് ഈ ഹോട്ടലുകൾ, ആശുപത്രിയിലെ ക്യാൻറ്റീന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഇതിന്റെ നേതൃത്വത്തിലുള്ളവർ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി മാഡം. ദേവി മാഡം പറഞ്ഞതുപോലെ തീർച്ചയായും ഇത് ബാധിക്കുക ഒരു വിഭാഗത്തെ മാത്രമല്ല, അങ്ങനെയൊന്നുമല്ല. ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഹോട്ടൽ അടച്ചിടുന്നത് പറയുമ്പോൾ അവിടെ 6ഉം 7ഉം ഒക്കെ സ്റ്റാഫ് ഉള്ള സ്ഥലമാണ്. അവർക്കൊക്കെ ഒരു ദിവസം അടച്ചിടലിലേക്ക് പോകുമ്പോൾ ആ വരുമാനം നിൽക്കുന്നു, ആ ഹോട്ടലിൻ്റെ വരുമാനം നിൽക്കുന്നു. തട്ടുകടകളിൽ വൈകുന്നേരം അത് അടയ്ക്കേണ്ടി വരികയാണ്. അപ്പോൾ എത്രത്തോളം കുടുംബങ്ങൾ, എത്രയും വലിയൊരു സംഖ്യയാണ് ഇത് ബാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതിനൊരു പരിഹാരം അടിയന്തരമായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി കൊച്ചിയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും സ്നേഹമോൾ നയനാൻ ചേരുന്നുണ്ട്. സ്നേഹ, കൊച്ചിയിൽ ഇന്ന് അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ കളക്ടർ പറഞ്ഞു ഗാർഹിക ഉപഭോക്താക്കൾ പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോഴും ബുക്കിംഗ് സംബന്ധിച്ച് അവർക്ക് ആശങ്കയുണ്ട്. ആർക്കും ബുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. അവർ ഏജൻസിയിലേക്ക് നേരിട്ട് പോകുന്നു. പലരും അങ്ങനെ ഏജൻസിയിലേക്ക് പോകുമ്പോൾ അവിടെയും ഒരു പ്രശ്നം അതുകൊണ്ട് ഉണ്ടാവുകയാണ്. കൊച്ചിയിലെ സ്ഥിതി എന്താണ് നിലവിൽ? ഈ കമ്പനികൾ, കാരണം പല വാതക കമ്പനികളൊക്കെ തന്നെ നിൽക്കുന്ന സ്ഥലമാണ്. അവർ കൂടി ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നുവല്ലോ. അവർക്ക് എന്താണ് അറിയിക്കാനുള്ള, ഒരു ഉറപ്പ് നൽകാനുള്ളത് എന്താണ്? പ്രജീഷ്, വീടുകളിൽ അത്രമാത്രം പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കൊച്ചിയിൽ തന്നെ ആളുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ ഗ്യാസ് എത്താനുള്ള ആ ഒരു ഡിലേ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എത്തിപ്പെടാനുള്ള ഒരു ഡിലേ, അത് മാത്രമാണുള്ളതെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ഹോട്ടൽ മേഖലയിലുള്ള ആളുകളാണ്. ഹോട്ടൽ, കാറ്ററിംഗ് സർവീസ്, തട്ടുകടകൾ, ഹോസ്റ്റലുകൾ, അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കലൂരിൽ തന്നെയുള്ള ഒരു ഹോട്ടലാണുള്ളത്. നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിപ്പോൾ വിറകിന് വേണ്ടി എല്ലാവരും ഓടി നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു ബദൽ മാർഗം ഒരുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുന്ന അവസ്ഥയാണെന്നാണ് പറഞ്ഞത്. ഹോട്ടലിലെ ഉടമകളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ തുറന്നിട്ടുണ്ട്, കുറേ ഹോട്ടലുകൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യുന്നത്? ഇത് ഏകദേശം ഒരു 3-4 ഡേയ്സാണ് നമ്മുടെ പ്രശ്നം. അന്ന് മുതൽ നമ്മൾ ഗ്യാസിൻ്റെ ഉപയോഗം പരമാവധി കുറച്ച് കൊണ്ടുവന്നു. ഇൻഡക്ഷൻ കുക്കറും മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള ഡിഷസ് എല്ലാം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലൂടെ ചെയ്തു വന്നു. രണ്ടാമത് ഗ്യാസിൻ്റെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്നൊരു ഈവനിങ് ഒരു 5 o'clock നമ്മുടെ ഗ്യാസ് സ്റ്റോക്ക് കഴിയും. ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഒരു വളരെ കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഏജൻസിയിലേക്ക് ചോദിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല, ഗ്യാസൊന്നുമില്ല. ഇനിയിപ്പോൾ പഴയ നമ്മുടെ പരമ്പരാഗത വിറകടുപ്പിലേക്ക് മാറാനുള്ള ഒരു ഇതാണ്. അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം വിറക് കിട്ടാനില്ല. ഇത്രയും രാവിലെ മുതലേ വിറകിന് വേണ്ടി ഓടുകയാണ്. കാരണം നാളെ എങ്ങനെയും കട തുറക്കണം. 10-20 സ്റ്റാഫുണ്ട്. പക്ഷേ വിറകും കിട്ടാനില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വിറകിൻ്റെ വിലയൊക്കെ എങ്ങനെയാണ്? വിറകിൻ്റെ വില കിട്ടാനില്ല. 18 to 25 ഒക്കെയാണ് പെർ കിലോഗ്രാം പറയുന്നത്. ഓക്കെ, പക്ഷേ അതുപോലും കിട്ടാനില്ല. അപ്പോൾ നമ്മൾ പഴയ ഫ്ലാറ്റുകളും പുതിയ ഫ്ലാറ്റുകളൊക്കെ പണിയുന്ന സ്ഥലങ്ങളിൽ കൂടെ എടുക്കാം. കാരണം അവിടെയൊക്കെ പഴയ ഉപയോഗശൂന്യമായ വിറകുകളും മറ്റുള്ള കാര്യങ്ങളും പലകളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഗ്യാസിന് പകരം ഗ്യാസ് തന്നെ വേണം എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഐറ്റംസ് ഒക്കെ കുറയ്ക്കാനായിട്ടൊക്കെ ഒരു തീരുമാനമായി? ഞങ്ങളിൽ മെനു ഒക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ എന്താ പറയുക, അല്ലെങ്കിൽ നമ്മളൊരു 10-20 ഐറ്റംസ് ഒക്കെ കൊടുത്തിരുന്നത് ഇപ്പോൾ ഓൺലി ഒരു ചിക്കൻ റോസ്റ്റ്, ബീഫ് റോസ്റ്റ് അതിലേക്കൊക്കെ അങ്ങ് ഒതുക്കിയേക്കാണ്. പിന്നെ എന്താണോ പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയത് ആ രീതിയിലേക്കുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്നത് 2 മണിക്കൂർ കത്തിച്ച് ആ ഒരു രീതിയിൽ നമ്മൾ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ ഗ്യാസ് ലിമിറ്റ് ആയതിനനുസരിച്ച് നമ്മളുടെ മെനു എല്ലാം ലിമിറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ശരിക്കും വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെയാണല്ലേ കടന്നു പോകുന്നത്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ തുടങ്ങിയ ഒരു ഹോട്ടലും കൂടിയാണ്. അതെ, തീർച്ചയായും. ഇപ്പം നമ്മൾ ഇന്ന് വരെയും ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പം ഇന്ന് വരെ നമ്മൾ ഫുൾ ഫ്ലഡ്ജായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ വിറക് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കണത്. എന്തായാലും ക്ലോസ് ചെയ്യില്ലെന്ന് തന്നെയാണ് വിചാരിക്കണേ. ശാലിനീസ് കിച്ചൺ എന്നാണല്ലോ ഹോട്ടലിന് പേര്. ഭൂരിഭാഗവും സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികളാണ്. അപ്പോൾ ഒരു തൊഴിലില്ലാതെ വരുമ്പോൾ സാരമായ രീതിയിൽ അവരെ ബാധിക്കും. അതിപ്പോൾ കുറേ മലയാളികളായ സ്ത്രീകളും ഉണ്ട്, ഹിന്ദിക്കാരും ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മൾ ജോലി ഇല്ലെങ്കിൽ ഇവരെല്ലാം നാട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഇവർ വേറെ ജോലി തേടി പോകും. അപ്പോൾ നമ്മൾക്കും പിന്നീടായാലും പെട്ടെന്ന് കട അടച്ചിട്ട് തുറക്കാനായാലും ഭയങ്കര രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിപ്പോൾ ഒരു സ്റ്റാഫ് 2 സ്റ്റാഫിന് വെച്ച് എന്തായാലും ഹോട്ടൽ നമുക്ക് റൺ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പരമാവധി എന്നും തുറക്കണം എന്നുള്ളത് ഇനി ഇതുവരെ ഞങ്ങളുടെ പോകുന്നിടത്തോളം പോകണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 25 സ്റ്റാഫുകളുണ്ട്. അതിൽ ഏകദേശം 17 പേരോളം നമ്മുടെ മലയാളി ചേച്ചിമാരും ആൾക്കാരും കൂടി തന്നെയാണ്. അപ്പോൾ അവരുടെ വീടുകളിൽ ബുദ്ധിമുട്ട്, കാരണം അവർക്ക് ഓൾറെഡി പറഞ്ഞ മക്കളെ അടയ്ക്കരുത്, ഞങ്ങൾക്ക് എങ്ങനെയും ജീവിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കും എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഇതിൽ ശരിക്കും ഇടപെടണം. കാരണം ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ്, കാരണം ഒരുപാട് കടകൾ ഈ സൈഡിൽ തന്നെ കടകൾ ഒരുപാട് പേര് അടച്ചു കഴിഞ്ഞു. അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും 1-2 ഗ്യാസിൽ നിന്നാൽ നമുക്ക് അത്യാവശ്യം പിടിച്ച് നിന്ന് പോകാൻ പറ്റും. അത്രയും നിന്ന്, കാരണം ഒരുപാട് കടക്കാർക്ക് എല്ലാവർക്കും പ്രശ്നമാണ്. പലരും ലോണും മറ്റുള്ള കാര്യങ്ങളും എടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. 4 മാസം കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയാണ് ഈ ബിസിനസ്സൊക്കെ. ശരി, സ്നേഹ പറഞ്ഞതുപോലെ വിവരിച്ചതുപോലെ കൊച്ചിയിലൊക്കെയുള്ള സ്ഥിതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നഗരമാണ്, വ്യവസായ കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എല്ലായിടവും വ്യാപിക്കുകയാണ്. അപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരികയാണ്. വിൽക്കുന്ന സാധനങ്ങൾ അപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തി വരുന്ന ആളുകൾ അവിടെ കുറച്ചെങ്കിലും ഗ്യാസ് ബാക്കിയുള്ള ഇടങ്ങളാണ്. ഒന്നുമില്ലാത്ത ഇടങ്ങളൊക്കെ തന്നെ താഴെ വീണു, അടച്ചുപൂട്ടി.